കൃപയെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനത്ത് നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന ഈ അച്ഛന്മാരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സഭാവിശ്വാസികളായി ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, മറ്റ് കുടുംബത്തിലെ പ്രിയ മക്കളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. ബഹുമാനമുള്ള ദാനവച്ചന്റെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ കേരള സംസ്ഥാനം പറങ്ങലിച്ച് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ സ്ഥലത്തിൽ നിന്ന് ഞങ്ങളുടെ ഓർമ്മകളെ പുതുക്കുന്നതിനും ഞങ്ങളെ ഒന്ന് പരിശോധിക്കാനും ദൈവം സഹായിച്ചുകൊണ്ട് കോടാകുടി സ്തോത്രം സ്തോത്രം സ്തോത്രം. മരിച്ചവരും മൗനരേറിയവരും ആരും ദൈവത്തെ സ്തുതിക്കുകയില്ല. നാമവും ഇന്നുമുണ്ട്. ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരും ദൈവത്തെ മനസ്സിലാക്കുവാനും അപകടങ്ങൾ നിറഞ്ഞ ലോകത്ത്, കഷ്ടപ്പാട് നിറഞ്ഞ ലോകത്ത്, മരണങ്ങൾ നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ നിത്യജീവന് വേണ്ടി കരുതിക്കൊള്ളാനും ഞങ്ങളെ സഹായിക്കണം. ഈ ഓർമ്മ പുതുക്കുന്ന ദിവസം ദൈവത്തിൻ്റെ കരുണ വഴിയണമെന്ന് മക്കളെയും തലമുറകളെല്ലാം ക്രിസ്തീയ മാർഗത്തിൽ ജീവിക്കാനും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരാനും അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താനും ദൈവരെ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടി, ബന്ധുപുത്രാദികൾക്ക് വേണ്ടി, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ആബാലോർത്ഥം ജനങ്ങളെ ദൈവം കൃപയോടെ കടാക്ഷിക്കണമെന്ന് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിലൂടെ പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കണം പരിശുദ്ധ പിതാവേ. 310 നമുക്ക് പാട്ട് ഉച്ചന്ന് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ പാട്ടലെ രക്ഷപ്പെട്ടോരെ കയറി കൂടിയാകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭരിപ്പാനുയർത്തുതാൻ തുറന്നുടിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാതലത്തിൽ എന്റെ വേല തീർത്ത് ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പുരാതനായ ദൈവത്തിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും നമ്മെ ജന്മിച്ച നമ്മുടെ പിതാക്കന്മാരെയും പുകഴ്ത്താം. കർത്താവ് വലിയ മഹത്വത്തെ, ആദ്യമുള്ള അവന്റെ ബലമേറിയ ശക്തിയെ തന്നെ അവരിൽ വെളിപ്പെടുത്തി തങ്ങളുടെ രാജ്യങ്ങളിൽ അധികാരം വഹിച്ചിരുന്നവരെയും തങ്ങളുടെ ശക്തിക്ക് കീർത്തി പ്രാപിച്ചിരുന്നവരെയും തങ്ങളുടെ ജ്ഞാനത്താൽ ആലോചന നൽകിയവരെയും തന്നെ പ്രവചനങ്ങളിൽ സദ്വർത്തമാനം അറിയിച്ചവരെയും തങ്ങളുടെ ആലോചനകളാൽ ജനത്തെ നടത്തിയവരെയും തങ്ങളുടെ വിവേകത്താൽ ജനത്തെ ഉപദേശിച്ചവരെയും തന്നെ
അവരുടെ പ്രബോധനങ്ങൾ ജ്ഞാനമേറിയ വചനങ്ങളായിരുന്നു. സംഗീതത്തിൽ നിപുണരും കവിതകൾ ഭംഗിയായി ചമച്ചവരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവർ പ്രാപ്തിയും ശേഷിയുമുള്ള ധനികന്മാർ കാണപ്പെട്ടിരുന്നു. അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ സമാധാനത്തോടെ വസിച്ചിരുന്നു. ഇവരെല്ലാവരും തങ്ങളുടെ തലമുറയിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. അവരുടെ കാലത്ത് അവരെ ഒരു മഹത്വമായി എണ്ണിയിരുന്നു. തങ്ങളുടെ കീർത്തിയെ ഘോഷിക്കുന്നതിനായി അവരുടെ പിന്നാലെ ഒരു പേർ ഇട്ടേച്ചു പോയെന്ന് ചിലർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വേറെ ചിലരോ യാതൊരു സ്മാരകവും ശേഷിപ്പിച്ചിട്ടില്ല. അവർ തിരിച്ചു എന്നുള്ളത് അറിയിക്കാതെ എന്ന പോലെ അവർ കടന്നുപോയി. അവരുടെ ശേഷം മക്കളും അപ്രകാരം തന്നെ. എന്നാൽ ഇവരോ കർണാപാത്രങ്ങളായിരുന്നു. തങ്ങളുടെ നീതി പ്രവർത്തികൾ വിസ്മരിക്കപ്പെടുകയില്ല. അവരുടെ സന്തതി നല്ലൊരു അവകാശം ശാശ്വതമായി അനുഭവിക്കും. അവരുടെ മക്കളോ അവരുടെ നിയമത്തിൽ ഉറച്ചു നിൽക്കും. അവരുടെ സന്തതി ഉറച്ചു നിൽക്കും. അവരുടെ നിമിത്തം അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അവരുടെ സന്തതി എന്നേക്കും ഇരിക്കും. അവരുടെ ഓർമ്മയോ ഒരിക്കലും വായിക്കപ്പെടുകയില്ല. അവരുടെ ശരീരങ്ങൾ സമാധാനത്തോടെ അടക്കപ്പെടുന്നു. അവരുടെ നാമം തലമുറയോളം അറിയപ്പെടുന്നു. ജനങ്ങൾ അവരുടെ ജ്ഞാനത്തെ പുകഴ്ത്തും. സഭായോഗങ്ങൾ അവരുടെ സ്തുതിയെ പ്രസ്താവിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും കൽപ്പിച്ചായിരിക്കുന്ന കരുണാമയനായ ദൈവമേ, സ്വർഗീയ രാജാവ്, ഈ ലോക ഓട്ടമോടി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയുടെ ഗാനം പാടി പ്രത്യേകിച്ചുള്ള നിദ്ധാനികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷാര സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പ്രകൃതിയുടെ ദുരന്തത്തിൽ അതിന്റെ ആഘാതം കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. വയനാട്ടിലൊരു പ്രളയമുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കുറെ പേരൊക്കെ വെള്ളം വലിച്ചന്ന് പോവുകയുണ്ടായി. COVID-19 എന്ന് പറയുന്ന ഒരു സംഭവം 19, 20, 21 ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഇവിടെ അച്ഛന്മാർ നേരത്തെ പറയുകയുണ്ടായി, 2027 വളരെ ക്രൂഷ്യലായിട്ടുള്ള വേറൊരു കോവിഡിന്റെ വകഭേദം വരാനിരിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മെശാസച്ചൻ വായിച്ച ഒരു വേദഭാഗമുണ്ട്. ചിലർ യാതൊരു സ്മാരകവും സഹിച്ചിട്ടില്ല. അതിലൊരു ഉദാഹരണമാണ് അപ്പോൾ എന്റെ സമ്പാദ്യം, എന്റെ വീടെല്ലാം ഒലിച്ചുപോയി എന്ന് പറഞ്ഞ കണ്ണീര് വിട്ട് ഒടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, അത് എന്തെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുക. നാം ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ആത്മാവ് ലോകത്താൽ വിലയുള്ളതാണ് എന്ന് മറന്നു പോകരുത്. മരിക്കുന്ന ലാഭം എന്ന് പറയുവാൻ ഒരു വിശ്വാസം കഴിയണം എന്ന് അച്ഛൻ പറഞ്ഞു. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെയധികം നെടുവീർപ്പോടും കണ്ണീരോടും നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.
ലോകത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും അഴിഞ്ഞു പോകും, മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ പ്രഖ്യാപിച്ച ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിപ്പാൻ, നമ്മുടെ പാപങ്ങളെ മരിപ്പിക്കുവാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധ നമ്മെ നോക്കി ദുഃഖിക്കും. അതുകൊണ്ട് ഈ ആരാധനയിൽ, ഈ സമാപന സമയത്തിൽ വിനയത്തോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് വരാം. വിനയുടെ പുറത്തിറക്കിയ പ്രത്യാശ ഗാനത്തിൽ ഒരു ചരണം പാടുന്നു. എല്ലാവരും ആത്മാവിനും ശുദ്ധരും വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ. വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻതേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൻതേജസ്സിൽ. നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അനുഗ്രഹ സ്മരണ പ്രാർത്ഥന സമയത്തിൽ ഞങ്ങളെ ക്രൈസ്തവ ദർശനത്താൽ നിറച്ചതായി സ്തോത്രം. ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതൊരു നിസ്സാര ഒരു ചടങ്ങായിട്ട് എണ്ണി മടങ്ങി പോകാതെ നാഥനെ ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഞാനെന്നൊരീ ജന്മം നീ തന്ന സമ്മാനം, ആനന്ദമാ ഉറവേ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ, ഓരോ ദിനം കഴിയേ. കാറ്റിന്റെ
നെഞ്ചു നീരിടുമ്പോഴും എന്റെ താളമായി നീ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനേ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ